ഇപ്പോൾ കൃഷ്ണകുമാറിൻ്റെ കൂടെ ഉള്ളവർ തന്നെ അവിടെ കൃഷ്ണകുമാറിൻ്റെ വൈഫിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഇരുന്ന് അടുത്തിരുന്ന് ചിരിക്കുകയാണ്. അപ്പോൾ കൂടെയുള്ളവർ തന്നെ ആ ആൾ അവരെ തന്നെ കുറ്റം പറഞ്ഞ് അവരുടെ കൂടെ നിന്നവർ തന്നെ അവർക്ക് കാലുവാരുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് അധികവും ഉണ്ടാകുന്നത്. കാരണം ഒരു കൃഷ്ണകുമാർ സ്ഥാനാർത്ഥി ആയി എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണകുമാർ മാത്രം ശ്രമിച്ചുകൊണ്ടോ നടക്കില്ല. കൃഷ്ണകുമാറിൻ്റെ കൂടെ നിൽക്കുന്ന ജനങ്ങളും അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ സിസ്റ്റവും അതുപോലെ വർക്ക് ചെയ്താൽ മാത്രമേ കൃഷ്ണകുമാറിനുള്ള ജയം സാധിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരാളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിൽ സ്ഥാനാർത്ഥിയായിട്ടുള്ള കൃഷ്ണകുമാറിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കൃഷ്ണകുമാറിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് ഇപ്പോൾ എന്താ കാര്യം? ഇപ്പോൾ കൃഷ്ണകുമാറിനെ കുറ്റപ്പെടുത്തുന്നത് എന്താ വെച്ചാൽ ഞങ്ങളെല്ലാവരും പറഞ്ഞു, ഒരുപാട് ആളുകൾ പറഞ്ഞു, പറയുന്നവരുടെ കാര്യം പറയണം. ഞങ്ങൾ ഒരുപാട് ആൾ പറഞ്ഞില്ലേ മാറ്റണമെന്ന്, മാറിത്തന്ന്, അത് മാറ്റിയില്ല. ശരിയാണ്, ഒരു പോയിൻ്റ് അവിടെ ഉണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. ആ ഒരു പോയിൻ്റ് എടുക്കുമ്പോൾ നേതൃത്വം ഒന്ന് ആലോചിക്കാമായിരുന്നു, എന്നാൽ മാറ്റി ചിന്തിക്കാമായിരുന്നു. അത് ചിന്തിച്ചില്ല, കഴിഞ്ഞു. അതിനുശേഷം പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? സ്ഥാനാർത്ഥി ആരായാലും പ്രചാരണം നന്നാക്കിയിരുന്നെങ്കിൽ ജയിക്കും. പ്രചരണം നന്നാക്കണം. പ്രചാരണങ്ങൾ ഒരുപാട് ഇപ്പോൾ കൃഷ്ണകുമാറിൻ്റെ കൂടെ ഉള്ളവർ തന്നെ അവിടെ കൃഷ്ണകുമാറിൻ്റെ വൈഫിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഇരുന്ന് അടുത്തിരുന്ന് ചിരിക്കുകയാണ്. അപ്പോൾ കൂടെയുള്ളവർ തന്നെ ആ ആൾ അവരെ തന്നെ കുറ്റം പറഞ്ഞ് അവരുടെ കൂടെ നിന്നവർ തന്നെ അവർക്ക് കാലുവാരുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് അധികവും ഉണ്ടാകുന്നത്. മറ്റൊന്ന്, ഇപ്പോൾ ഈ BJP വിട്ടുപോകുന്ന കാര്യമാണ്. സാധാരണ പ്രവർത്തകനാണെങ്കിൽ പോലും അയാളെ കൂടെ നിർത്താനുള്ള ശ്രമം. ഈ സന്ദീപ് വാര്യർ പോയപ്പോൾ ഇത്തരമൊരു ശ്രമം ഉണ്ടായിട്ടില്ല. അദ്ദേഹം പോകാൻ തന്നെ കാരണം ഇത്തരം അവഗണനയാണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതായത് സന്ദീപ് വാര്യർ എന്നുള്ള ഒരു വ്യക്തി അവിടെ ഇരിക്കട്ടെ. എന്താ വെച്ചാൽ വ്യക്തി പോയി, അയാൾക്ക് സംഘടന ഇഷ്ടപ്പെട്ടില്ല, സംഘടന സിസ്റ്റം ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ സംഘടന ഇത്രയും കാലം പ്രവർത്തിച്ചു, അത് കഴിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ അയാൾക്ക് ആ സംഘടന ശരിയല്ല എന്ന് തോന്നിയ ആൾ പോയി. അതുമാതിരി അങ്ങനെയുള്ള ആളുകളെ പോവാൻ വിടരുത് എന്നാണ് ഞാൻ പറയണത്. ഒരു സന്ദീപ് വാര്യരല്ല ഞാൻ പറയുന്നത്, ഒരു വ്യക്തിയല്ല പറയണത്. അതേമാതിരി ഓരോ വ്യക്തികളെയും അവർക്ക് എന്ത് പ്രശ്നമുണ്ടോ അതിൽ പുറത്ത് ആ സംഭവം പുറത്ത് വരാത്തതിന് മുമ്പ് തന്നെ അതിനെ കെടുത്തി അതിനെ നല്ല രീതിയിൽ അതിനെ ഏകോപിച്ച് കൊണ്ടുപോയി അതിനെ നല്ല രീതിയിൽ അതിനെ പുറത്തു വരാതാക്കി ഒന്നിച്ച് കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടിയിരുന്നു. അതിന് പകരം അതും ഈ ഇലക്ഷൻ ടൈമിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് അബദ്ധമായിപ്പോയി. BJP സംസ്ഥാന പ്രസിഡന്റ് ഒരു പ്രാദേശിക നേതാവാണ് പോയത്, ഒന്നും സംഭവിക്കില്ല എന്നാണ്. അതൊക്കെ അബദ്ധമായി, തെറ്റാണ്. അങ്ങനെയല്ല. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് പറഞ്ഞാലും ശരി, സംസ്ഥാന പ്രസിഡൻ്റല്ല, ഇനിയിപ്പോൾ ആര് പറഞ്ഞാലും അത് തെറ്റ് തന്നെയാണ്. ഞാൻ ഓപ്പണായി പറയുകയാണ്, തെറ്റ് തന്നെയാണ്. കാരണം ഒരു പ്രവർത്തകൻ പോയാൽ തന്നെ പാർട്ടിക്ക് നഷ്ടമാണ്. അപ്പോൾ പ്രവർത്തിക്കുന്ന ആര് പോയാലും ഓരോ പ്രവർത്തകനും പലതുള്ളി പെരുവെള്ളമാണ്. അങ്ങനെ ഓരോരുത്തരെയും ചേർത്തിട്ടാണല്ലോ ഇത്രയും കാലം ഈ പാർട്ടി ഇത്രയധികം വളർന്നിരിക്കുന്നത്. അല്ലാണ്ട് നീ വേണ്ട ഞാൻ വേണ്ട എന്ന് പറഞ്ഞ് തള്ളി മാറ്റുന്ന പ്രക്രിയയാണെങ്കിൽ ഈ പാർട്ടി എത്രത്തോളം വളരുമോ? അപ്പോൾ നമ്മൾ ഈ വളർന്നതിന് ശേഷം അല്ലെങ്കിൽ എല്ലാം നമ്മൾക്ക് ഉണ്ടായി എന്നതിന് ശേഷം താഴെ കിടന്ന് മറക്കരുത്. നമ്മൾ എവിടുന്ന് വന്നോ ആ ഭാഗം നമ്മൾ മറക്കരുത്. നമ്മൾ എവിടുന്നാണ് വന്നത്? ഇത്രയും ഇങ്ങനെയുള്ള പാവപ്പെട്ടവരും ആളുകളെയും ഓരോരുത്തരെയും പ്രവർത്തിച്ചിട്ട് വീടും കൂടിയും വിട്ട് എല്ലാം പണിയും തുരം കളഞ്ഞ് എല്ലാം ചെയ്ത് പാർട്ടിയെ വളർത്തി എല്ലാം കഴിഞ്ഞ് നീ വേണ്ട ഞാൻ വേണ്ട പറഞ്ഞാൽ അതെല്ലാവർക്കും വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്.